ജിഷ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിക്രൂരമായ പീഡനമെന്നും റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പീപ്പിൾ ടിവി പുറത്തുവിട്ടു. പെരുമ്പാവൂരിൽ ഏപ്രിൽ 28-ന് കൊല്ലപ്പെട്ട ജിഷയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പോലീസ് കൈപ്പറ്റിയത്. മൃഗീയമായാണ് ജിഷയെ കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പിടിവലിയെ തുടർന്നുണ്ടായ മുറിവുകൾ, ശ്വാസം മുട്ടിച്ചതിനെ തുടർന്നുണ്ടായ മുറിവുകൾ, കഴുത്തിലും വയറിലും ജനനേന്ദ്രിയത്തിലുമുണ്ടായ മുറിവുകൾ എന്നിവ കാരണമാണ് ജിഷ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ജിഷയെ കൊലപാതകി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന നിർണായക വെളിപ്പെടുത്തലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ജിഷ മാനഭംഗത്തിനിരയായോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസ് ഇതുവരെ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് നിർണായക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പീപ്പിൾ ടിവി പുറത്തുവിട്ടത്. ന്യൂസ് ഡെസ്ക്. ജിഷയുടെ ഘാതകരെ കണ്ടെത്താനുള്ള അന്വേഷണം ലൈംഗിക പീഡന കേസിലെ പ്രതികളിലേക്ക്. 1 മാസത്തിനുള്ളിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നു. വിവരങ്ങളുമായി പി വി കുട്ടൻ ചേർന്നുണ്ട്. കുട്ടൻ, ദിവസങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും പ്രതികളെ പിടിച്ചിട്ടില്ല എന്ന വലിയൊരു ആക്ഷേപം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം. എങ്ങനെയാണ് കുട്ടൻ? കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ജിഷയുടെ ഘാതകരെ ആകുന്നില്ല എന്ന വലിയൊരു ആക്ഷേപം പോലീസിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ഗതി എങ്ങനെയാണ്? ജിഷ കൊലക്കേസിന്റെ അന്വേഷണം മറ്റു രീതികളിലേക്ക് വ്യാപിപ്പിക്കാൻ കൂടി ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ലൈംഗിക പീഡന കേസിലെയും പീഡനത്തെ തുടർന്ന് കൊലപാതകം നടത്തിയ കേസിലെയും പ്രതികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ജയിലുകളിൽ നിന്നും ഇത്തരം കേസുകളിൽ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശിക്ഷാ തടവുകാരുടെയും അതുപോലെ തന്നെ റിമാൻഡ് ചെയ്യപ്പെട്ട് റിമാൻഡ് കാലാവധി കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയ തടവുകാരുടെയും ഒക്കെ വിവരങ്ങൾ ജയിൽ വകുപ്പ് ശേഖരിച്ച് വരികയാണ്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ഇത്തരം കേസുകളിൽപ്പെട്ട് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരുടെ പേരും വിലാസവും ഉൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ജയിൽ കേന്ദ്രത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് ഹെഡ് ഓഫീസിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ജയിലുകളിലെയും സൂപ്രണ്ടുമാർക്ക് ജയിൽ DGP ഇന്നലെ സർക്കുലറിന്റെ പകർപ്പ് പീപ്പിൾ ടിവി കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനി ജിഷ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇന്ന് 5 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലായവരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളും 2 ബസ് ഡ്രൈവർമാരും ഉൾപ്പെടുന്നു. വൈകിട്ട് 5:45ഓടെ ജിഷയുടെ നിലവിളി കേട്ടുന്നതായി ജിഷയുടെ അയൽവാസികൾ മൊഴി നൽകി. ഉമേഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, 9 ദിവസം പിന്നിട്ടിരിക്കുമ്പോഴും ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇപ്പോഴും പോലീസിനുള്ളത്. നിലവിൽ അറസ്റ്റിലായിട്ടുള്ളവരെ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ് പോലീസ് നൽകുന്നത്? അന്വേഷണത്തിന്റെ മറ്റു വിവരങ്ങളും? ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസ്. സംശയമുള്ളവരെ എല്ലാം ചോദ്യം ചെയ്തു വരികയാണ്. കൂടാതെ അയൽവാസികളായ 5 പേരുടെ മൊഴി ഇന്ന് രാവിലെ രേഖപ്പെടുത്തുകയുണ്ടായി. ഇവരുടെ മൊഴിയെടുക്കൽ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഇത്തരത്തിൽ ചോദ്യം ചെയ്യലുകളും തുടരുകയല്ലാതെ കൃത്യമായൊരു തുമ്പ് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി, അതായത് ആദ്യ ദിവസം 2 പേരെ കസ്റ്റഡിയിലെടുത്തു. അവർക്ക് പങ്കില്ല എന്ന് കണ്ട് 2 ദിവസത്തിന് ശേഷം അവരെ വിട്ടയച്ചു. പിന്നീട് അന്യസംസ്ഥാന തൊഴിലാളികളെ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് കണ്ണൂരിൽ നിന്നും മറ്റൊരാളെ കസ്റ്റഡിയിലെടുക്കുന്നു. ഇത് ജിഷയുടെ അയൽവാസിയാണ് എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിൽ നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് നിരന്തരം ചോദ്യം ചെയ്തതല്ലാതെ ഇതുവരെ കൃത്യമായൊരു തുമ്പ് പോലീസിന് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം പോലീസ് പറഞ്ഞത് ഇത്തരത്തിൽ നിരന്തരം ചോദ്യം ചെയ്താൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള തുമ്പ് കിട്ടുകയുള്ളൂ എന്നാണ്. ഇന്നലെ SP ഇന്നലെ രാവിലെ ചില മാധ്യമങ്ങളോട് പറഞ്ഞത് വൈകുന്നേരത്തോടെ പ്രതി ആരെന്ന് സ്ഥിരീകരിക്കാനാവും എന്നാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരം കഴിഞ്ഞ് ഇന്ന് ഇപ്പോൾ ഉച്ചയായിരിക്കുന്നു. ഇപ്പോഴും അത്തരത്തിൽ അനുകൂലമായ അല്ലെങ്കിൽ പ്രതിയെ സംബന്ധിച്ച അനുകൂലമായ ഒരു വാർത്തയും അല്ലെങ്കിൽ ഒരു സൂചനയും വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ചോദ്യം ചെയ്യലുകളും അയൽവാസികളുടെ മൊഴിയെടുക്കലും തുടരുന്നു എന്നതല്ലാതെ കൃത്യമായൊരു വിവരം ഇപ്പോഴും പോലീസിന് ലഭിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ വരുത്തിയ ജാഗ്രത കുറവും വീഴ്ചയും തന്നെയാണ് ഇത്തരത്തിലൊരു അവസ്ഥയിൽ പോലീസിനെ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ആലുവയിൽ ചേർന്നിരുന്നു. DGP തന്നെയാണ് ഇതിന് നേതൃത്വം നൽകിയത്. കാരണം ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DGP സ്ഥിതിഗതികൾ വിലയിരുത്താനായി എത്തുകയായിരുന്നു. അതേസമയം പെരുമ്പാവൂരിലേക്ക് DGP എത്തിയിട്ടില്ല. ആലുവ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും അന്വേഷണ സംഘത്തിന്റെ യോഗവും അന്വേഷണ പുരോഗതി വിലയിരുത്തലും എല്ലാം നടക്കുന്നത് ആലുവയിലാണ്.
ഇന്നലെ രാത്രി ആലുവയിൽ ഏറെ വൈകി അവസാനിച്ച യോഗത്തിന് ശേഷം DGP പറഞ്ഞത് ഇത് പ്രധാനപ്പെട്ട ഒരു കേസാണ്, ഗൗരവമായി തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്, ശരിയായ ദിശയിൽ തന്നെയാണ്, പക്ഷേ കൂടുതൽ സമയം വേണ്ടിവരും എന്ന സൂചന തന്നെയാണ് DGP പറഞ്ഞത്. അതുവരെ പോലീസ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് പോലീസ് മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് അല്പം കൂടി സമയം വേണ്ടിവരും എന്ന സൂചന തന്നെയാണ്. അതായത് പ്രതിയെ നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം, പ്രതിയെ ഇനിയും കണ്ടെത്താൻ വീണ്ടും ഒരുപാട് സമയമെടുക്കുമെന്ന് തന്നെയാണ്. കാരണം കൃത്യമായ തെളിവുകളുടെ അഭാവം തന്നെയാണ് പോലീസിനെ കുഴക്കുന്നത്. ശേഖരിച്ച തെളിവുകൾ, അതായത് തൊണ്ടിമുതലുകൾ, കത്തി അല്ലെങ്കിൽ ചെരുപ്പ് പോലെ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കോടതിയിൽ പിടിച്ചയുടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അത് വിട്ടുകിട്ടിയാൽ മാത്രമേ ഇനി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് സംശയമുള്ളവരെ അവരുമായി ഒത്തുനോക്കി താരതമ്യം ചെയ്ത് അവരുടേതാണോ എന്ന സ്ഥിരീകരണം നടത്താനാവും. അതിന് അത്തരത്തിൽ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അത് കോടതിയിൽ കൊടുത്ത പോലീസിന് തിരിച്ചു കോടതിയിൽ നിന്ന് തന്നെ വാങ്ങേണ്ടുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വരുത്തിയ വലിയ വീഴ്ച തന്നെയാണ് പോലീസിന് ഇപ്പോഴും തലവേദനയായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അയൽവാസികളുടെയും മറ്റും മൊഴിപ്രകാരം ജിഷയുടെ മരണസമയം, അതായത് കൊലപാതകം നടന്ന സമയത്തെക്കുറിച്ച് ഏകദേശ ധാരണയായി, അല്ലെങ്കിൽ ഘാതകൻ അതുവഴി പോകുന്നത് കണ്ടു തുടങ്ങിയ മൊഴികൾ അല്ലാതെ കൂടുതലായി ഒരു വിവരവും പോലീസിന് ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഉമേഷാണ് ആ വിവരങ്ങൾ നൽകിയത്. ജിഷയുടെ മൃതദേഹം ദഹിപ്പിക്കരുതെന്ന് അമ്മ ആവശ്യപ്പെട്ടിട്ടും മൃതദേഹം ദഹിപ്പിച്ചത് ദുരൂഹമാണെന്ന് പിണറായി വിജയൻ. തെളിവുകൾ കണ്ടെത്തുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നും പിണറായി വിജയൻ പറഞ്ഞു. ജിഷയുടെ അമ്മയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പിണറായി. മറ്റെല്ലാ ദുഃഖത്തിൻ്റെയും നടുക്ക് അവർ പറഞ്ഞൊരു ചോദ്യം, അതൊരു പ്രധാന ചോദ്യമാണ്. എൻ്റെ മകളെ കത്തിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ സ്ഥലത്ത് വെക്കണമെന്ന് പറഞ്ഞു. ആരാണ് ദഹിപ്പിക്കാൻ തീരുമാനിച്ചത്? മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒരു യുവതിയെ പിച്ച് ചീന്തി എന്നുള്ളത് മാത്രമല്ല, ആ പിച്ച് ചീന്തിയ സംഭവത്തോട് സ്വീകരിച്ച സമീപനം അതൊരു തരത്തിലും പിടികിട്ടില്ല. ജിഷയുടെ ദാരുണ സംഭവത്തിൽ പ്രാദേശിക ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാ ജനപ്രതിനിധികൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ഈ ഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും LDFന്റെ രാപ്പകൽ സമരം അനാവശ്യമെന്നും സുധീരൻ പറഞ്ഞു. കൊലപാതകികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും ജിഷയുടെ മാതാവിനെ സന്ദർശിച്ച ശേഷം സുധീരൻ പറഞ്ഞു. ഞാൻ അമ്മയുമായി കുറേ അധികം നേരം സംസാരിച്ചു. മകളെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയ കൊടും കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്, സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതിനുള്ള നടപടികൾ മുന്നോട്ട് പോകട്ടെ. ശരിക്കു പറഞ്ഞാൽ ഈ തരത്തിൽ മഹാപാതകം കൊടുംക്രൂരത ചെയ്യുന്നവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുക എന്നുള്ളത് അത് തന്നെ വേണം. സാധാരണ രീതിയിൽ അതിനെ അനുകൂലിക്കാത്തവർ പോലും ഇത്തരം കാര്യങ്ങളിൽ കൊടും കുറ്റവാളികൾക്ക് വധശിക്ഷ കൊടുക്കണം, അവരെ വിധേയരാക്കുന്ന രീതിയിൽ വേണം. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയായ വധശിക്ഷയ്ക്ക് തന്നെ അവരെ വിധേയരാക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം. കാരണം ഇനിയൊരു സംഭവം ഇതുപോലെ ഉണ്ടാവരുത്. ജിഷ കൊലക്കേസിൽ പോലീസിനെതിരെ കുറ്റപത്രവുമായി കേരള കൗമുദി. കൊല നടന്നത് മുതൽ പോലീസ് കാണിച്ച ഗുരുതര വീഴ്ച ഒന്നൊന്നായി പത്രം നിരത്തുന്നു. പോലീസിന്റേത് പൊറുക്കാനാവാത്ത വീഴ്ച എന്ന തലക്കെട്ടിൽ ജിഷ കൊലക്കേസിൽ പോലീസ് കാണിച്ച ലാഘവം തുറന്നുകാട്ടുന്ന റിപ്പോർട്ടാണ് കേരള കൗമുദി പ്രസിദ്ധീകരിച്ചത്. പോലീസിന് തുടക്കം മുതൽ സംഭവിച്ച ഗുരുതര വീഴ്ചകൾ ഒന്നൊന്നായി അക്കമിട്ട് നിരത്തുന്നു കേരള കൗമുദി. അവ ഇങ്ങനെ: ഇത്തരം ഗുരുതര സംഭവങ്ങളുണ്ടാകുമ്പോൾ പോലീസ് സ്വീകരിക്കുന്ന പ്രാഥമിക നടപടികളൊന്നും തുടക്കത്തിൽ പാലിച്ചില്ല. മൃതദേഹം പരിശോധിച്ച പോലീസ് വെറുമൊരു കൊലപാതകമായി മാത്രമാണ് വിലയിരുത്തിയത്. സീൻ മഹസർ തയ്യാറാക്കിയപ്പോൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്കോ ഫോറൻസ് വിദഗ്ധരുടെ സഹായം തേടാനോ തയ്യാറായില്ല. കൊല നടന്ന വീട്ടിലില്ലാത്ത ഏതെങ്കിലും പുതിയ സാധനങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിച്ചില്ല. ജിഷ മറ്റുള്ളവരിൽ നിന്ന് ഏത് സമയത്തും ആക്രമണം പ്രതീക്ഷിച്ചിരുന്നതായും അത് തടയാൻ എപ്പോഴും പെൻ ക്യാമറ ശരീരത്തിൽ ഒളിപ്പിച്ചു വെക്കാറുണ്ടെന്നും മാതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പെൻ ക്യാമറ കണ്ടെത്താൻ ഇതുവരെ ഒരു ശ്രമവും പോലീസ് നടത്തിയിട്ടില്ല.
മൃഗീയമായ ലൈംഗിക പീഡനം നടന്നുവെന്ന് ആദ്യഘട്ടത്തിൽ മൃതദേഹ പരിശോധന നടത്തിയവർ മനസ്സിലാക്കിയില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്തും പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി. മാനഭംഗവും മൃഗീയ കൊലപാതകവും നടന്നതിനാൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിന്റെ സേവനം ആവശ്യപ്പെടേണ്ടതാണ്. ഇവിടെ അത് പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ ചിത്രീകരിച്ചില്ല. മാനഭംഗം നടന്നതിനുള്ള വകുപ്പ് ചേർത്ത് പോലീസ് കേസെടുത്തത് തന്നെ കൊല നടന്ന 3 ദിവസം കഴിഞ്ഞാണ്. 38 മുറിവുകളും ഗർഭാശയം തകർക്കുകയും ആന്തരികാവയവങ്ങൾ പുറത്തുവരികയും ചെയ്തുവെന്ന് കണ്ടെത്തിയിട്ടും അക്കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പോലീസ് സംഘത്തെ അറിയിച്ചില്ല. മൃതദേഹം മാറ്റിയ ശേഷം സംഭവം നടന്ന സ്ഥലത്ത് വേണ്ടത്ര സുരക്ഷ ഏർപ്പെടുത്തിയില്ല. ഏറെ കോളിളക്കമുണ്ടാക്കുന്ന സംഭവമാണെന്ന് കണ്ടാൽ സാധാരണ ആ ജില്ലയിലെ ക്രൈംബ്രാഞ്ച് വിഭാഗത്തെ കൂടി ഇൻക്വസ്റ്റ് വേളയിൽ വിളിച്ചു വരുത്താറുണ്ട്. പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയാണെങ്കിൽ തുടക്കത്തിലെ കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. ക്രൈംബ്രാഞ്ച് സംഘം അറിഞ്ഞതു തന്നെ 2 ദിവസം കഴിഞ്ഞാണ്. ഇതോടൊപ്പം തന്നെ ജിഷയുടെ മൃതദേഹത്തിൽ നിന്നും പുരുഷബീജം ശേഖരിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതും കേരള കൗമുദി ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്. ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ പുരോഗതി അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്ന കാര്യം 30-ാം തീയതി കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി PB താജുദ്ദീൻ ചേരുന്നുണ്ട്. താജുദ്ദീൻ, വിശദാംശങ്ങൾ. കൊലപാതക കേസിലെ അന്വേഷണം ഉയർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണമെന്നും അല്ലെങ്കിൽ CBI അന്വേഷണത്തിന് നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെടുന്ന പൊതുതാൽപര്യ ഹർജിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിച്ചത്. സർക്കാർ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകി. 2 പ്രത്യേക അന്വേഷണ സംഘങ്ങളാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇന്ന് 12 മണി വരെയുള്ള അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കാൻ തയ്യാറാണെന്നും പോലീസിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ T. അസഫ് അലി കോടതി അറിയിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി മെയ് 30-ന് പരിഗണിക്കാനായി ജസ്റ്റിസുമാരായ AM ഷഫീഖ്, K. രാമകൃഷ്ണൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് മാറ്റിവെച്ചു. ഒപ്പം തന്നെ അന്വേഷണ പുരോഗതി മെയ് 30-ന് മുമ്പ് കോടതി അറിയിക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. സൗമ്യ. PB താജുദ്ദീനാണ് ആ വിവരങ്ങൾ നൽകിയത്. കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാനത്തെ നെൽകർഷകർ. സംസ്ഥാന സർക്കാർ നൽകേണ്ടുന്ന കുടിശ്ശിക തുക നൽകാത്തതാണ് നെൽകർഷകരെ ഇത്ര വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. വരൾച്ച കടുത്ത പ്രതിസന്ധിയിലായതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ നെൽകർഷകർ. കൊയ്ത്ത് കഴിയാറായിട്ടും യാതൊരു സഹായവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഇവർക്ക് ലഭിച്ചിട്ടില്ല. വിഷുക്കാലത്ത് നൽകാമെന്ന് പറഞ്ഞ കുടിശ്ശിക തുക പോലും ഇതുവരെ നൽകിയിട്ടുമില്ല. സിവിൽ സപ്ലൈ നെല്ല് സംഭരിക്കാനുള്ള 68 ദിവസങ്ങളായിട്ട് കർഷകരുടെ പണം കിട്ടുന്നില്ല. കേരള സ്റ്റേറ്റിന്റെ 740 രൂപ ഇതുവരെയായിട്ടും പണം ലഭിക്കുന്നില്ല. 2 ഗഡുക്കളായിട്ട് കിട്ടുന്ന പണം. ഏറ്റവും കൂടുതൽ ഭീഷണി വെച്ചാൽ ജപ്തി നടപടി വെച്ചാൽ RR വരെ വന്നിരിക്കുക. സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം നെൽകർഷകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. നെൽ സംഭരിക്കുമെന്ന് പറഞ്ഞ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇതുവരെ സംഭരിച്ച നെല്ലിന് പോലും കൃത്യമായ തുക നൽകിയിട്ടില്ല. പലരും വലിയ കടബാധ്യതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധിക്കിടയിലും നെൽകർഷകർ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിലാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി വിൻസൻ അംപൂൾ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ P. സദാശിവമാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ശക്തമായ കാറ്റിലും മഴയിലും ഉജ്ജയിനിയിലെ സിംസ്തയിൽ മരണം 40 കടന്നതായി അനൌദ്യോഗിക റിപ്പോർട്ട്. 100 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 10 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക വിവരം. കാട്ടുതീ പടർന്ന കാനഡയിലെ ആൽബർട്ടയിൽ നിന്നും 25,000 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി അധികൃതർ. ആൽബർട്ടയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്.